ഇപ്പോൾ ടീം ഇന്ത്യ സമീപകാലത്ത് ഈ T20 ക്രിക്കറ്റിൻ്റെ ഒരു കളമാകെ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയാൽ എതിരാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു പെർഫോമൻസ് നടത്തി പോകുന്ന ടീമുകളുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റായി ജയിക്കാനുള്ളൊരു ത്വരയുണ്ടാവുക എന്നുള്ളത് ടീം ഇന്ത്യയിൽ കാണുന്നുണ്ട്. മാത്രമല്ല പ്രതിഭാ ധാരാളിത്തമാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ആരൊക്കെ ഏത് സ്ലോട്ടിൽ ഇറക്കാൻ, ഒരു സ്ലോട്ടിലേക്ക് 2-3 കളിക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു T20 ലോകകപ്പിൽ ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? വലിയ സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യൻ കണ്ടീഷൻസുമായിട്ട് ഏറ്റവും അധികം ഇഴുകിച്ചേർന്ന പ്ലേയേഴ്സാണ് നമ്മളുടേതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻസിൽ ഓരോ ഗ്രൗണ്ടിലും എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ആ പിച്ചുകളൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ടീമാണ് ഇന്ത്യ. കാരണം ഈ IPL ഒക്കെ വന്നതിന് ശേഷം എല്ലാ ഗ്രൗണ്ടുകളിലും ഒരുപാട് മത്സരങ്ങളാണ് നമ്മളുടെ പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനലിസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി എല്ലാ ഗ്രൗണ്ടിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ പണ്ട് തൊട്ടേ നമ്മൾ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ എപ്പോഴും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീം തന്നെയാണ്. ഇപ്പോൾ മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ഥാനത്തിനും വേണ്ടി മത്സരിക്കുന്ന 2-3 മികച്ച താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത്. പുറത്തു നിൽക്കുന്ന താരങ്ങൾ, ശ്രേയസ് അയ്യർക്ക് പോലും ഈ ഒരു ടീമിൽ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എതിരാളികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഓസ്ട്രേലിയനെ എല്ലാവരും ഈ ഒരു ടൂർണമെന്റിൽ എഴുതി തള്ളിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കില്ല എന്നുള്ള രീതിയിലാണ് പലരുടെ ഭാഗത്തു നിന്നും കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ പോയിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അവർ 3-0 ഒരു പരാജയം ഏറ്റുവാങ്ങി 3 മത്സരങ്ങളും പാകിസ്ഥാനുമായിട്ട് പരാജയപ്പെടുകയും. പക്ഷേ ഓസ്ട്രേലിയനെ ഞാൻ ഒരിക്കലും എഴുതി തള്ളാൻ തയ്യാറല്ല. കാരണം അവർ മാനസികമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമാണ്. അതായത് മാനസികമായിട്ട് മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവർക്കൊരു കണ്ടീഷൻസ് ഒന്നും ഒരു വിഷയമല്ലാത്ത ടീമാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2023 50 ഓവർ വേൾഡ് കപ്പ്, അതായത് ODI വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഫൈനലിലേക്ക് എത്തിയപ്പോഴേക്കും അവരുടെ ഒരു മാനസിക ആധിപത്യം മൂലമാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. അവർ ഇന്ത്യക്ക് ഒരു ഒത്ത എതിരാളികളാണ്. അതുപോലെ തന്നെ ഭയപ്പെടേണ്ട മറ്റൊരു ടീം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടും അതുപോലെ തന്നെ നല്ല പ്രകടനം